ലോകപ്രശസ്ത എണ്ണച്ചായ ചിത്രകാരനായ ആൽബർട്ട് ഡ്യുവറ്റിന്റെ പ്രാർത്ഥിക്കുന്ന കൈകൾ എന്ന ചിത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ആ ചിത്രത്തിന്റെ പിന്നിൽ സ്നേഹത്തിൽ ചാലിച്ച ത്യാഗത്തിന്റെ ഒരു കഥയുണ്ട്. കഥ അറിയുന്നവർ അതിന്റെ രചയിതാവായ ഡ്യുവറ്റിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുജൻ ആൽബർട്ടിനെ ഓർക്കുന്നു. സ്വർണ്ണപ്പണിക്കാരനായ പിതാവിന്റെ 18 മക്കളിൽ മൂത്ത മകനായിട്ടാണ് ഡ്യുവറ്റ് ജനിക്കുന്നത്. ദരിദ്ര കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന് വേണ്ടത്ര ഭക്ഷണം നൽകാൻ പോലും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് സാധിച്ചിരുന്നില്ല. പള്ളിയിൽ പോകുന്ന ശീലം ഡ്യുവറ്റിനും അദ്ദേഹത്തിന്റെ അനുജൻ ആൽബർട്ടിനും ഉണ്ടായിരുന്നു. വളരെ പ്രശസ്തമായ ന്യൂട്ട്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ പോയി ചിത്രരചന പഠിക്കണമെന്നായിരുന്നു ഡ്യുവറ്റിനും അദ്ദേഹത്തിന്റെ അനുജന്റെയും ആഗ്രഹം. അതിനായി അവർ ഒരു ഉപായം കണ്ടെത്തി. ഒരാൾ അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് മറ്റേയാൾ കൽക്കരിക്കനിൽ ജോലി ചെയ്യുക. അങ്ങനെ നറുക്കെടുപ്പിലൂടെ ഡ്യുവറ്റ് അക്കാഡമിയിൽ പോയി പഠിക്കാനും അദ്ദേഹത്തിന്റെ അനുജൻ ആൽബർട്ട് കൽക്കരിക്കനിൽ ജോലി ചെയ്യാനും തീരുമാനിച്ചു. പഠന സമയത്ത് തന്നെ വളരെയേറെ പ്രശസ്തനായ ഡ്യുവറ്റ് വിജയശ്രീലാളിതനായി തിരികെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കുടുംബക്കാർ നൽകിയ സ്വീകരണ യോഗത്തിൽ വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചു: അദ്ദേഹത്തിന് അനുജൻ ആൽബർട്ടാണ് ഇനി അക്കാഡമിയിൽ പോയി പഠിക്കുക. പക്ഷെ വളരെ വിഷമത്തോടെ അദ്ദേഹത്തിന് അനുജൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. കാരണം 4 വർഷത്തെ കൽക്കരിക്കനിയിലെ ജോലി ചെയ്ത നിമിത്തം തന്റെ കൈവിരലുകൾ ശോഷിച്ചതായും തനിക്ക് ബ്രഷുകൾ ചലിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. വളരെ വിഷമത്തോടെ തന്റെ അനുജന്റെ കൈവിരലുകളെ അനുസ്മരിച്ചുകൊണ്ട് ഡ്യുവറ്റ് വരച്ച ചിത്രമാണ് കൈ എന്ന പേര് നൽകിയത്. പക്ഷേ ആ ചിത്രത്തിന് പിന്നിലെ ഹൃദയഭാഷ മനസ്സിലാക്കിയ ജനങ്ങളാണ് അതിന് പ്രാർത്ഥിക്കുന്ന കൈകൾ എന്ന പേര് നൽകിയത്. ഇലകളെയും പൂക്കളെയും ശ്രദ്ധിക്കുന്ന നമ്മൾ അതിന്റെ പിന്നിലെ വേരുകളെ പറ്റി ചിന്തിക്കാറില്ലല്ലോ. മക്കൾക്ക് വേണ്ടി വേരുകളെ പോലെ അധ്വാനിക്കുന്ന എത്രയെത്ര മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. യേശു പറഞ്ഞു, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. ദൈവത്തിലേക്ക് കൂപ്പുന്ന ഓരോ കൈകൾക്കും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ പറയാനുണ്ട്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി.